ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളത് കൺസ്ട്രക്ഷൻ എന്ന മോഡിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ഇനി എങ്ങനെയാണ് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പേജസിൽ വരിക, അതായത് ഡാഷ്ബോർഡിൽ പേജ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടെംപ്ലേറ്റിലുള്ള എല്ലാ പേജസും നമുക്കിവിടെ കാണിച്ചു തരും. സോ ഇവിടെ നമുക്ക് ആ ഒരു പേജസ്, അതായത് ഇവിടെ നമുക്ക് എബൌട്ട് ഓൾ കോഴ്സസ്, കോൺടാക്റ്റ്, ഹോം, പ്രൈവസി പോളിസി, പിന്നെ സാമ്പിൾ പേജ്, ഇങ്ങനെയുള്ള പേജസ് എല്ലാം നമുക്കിവിടെ കാണിച്ചു തരും. സോ ഈ പേജാണ് നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ കിടക്കുന്നത്, നമ്മൾ അണ്ടർ കൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു മോഡിലോട്ട് ആക്കി വെച്ചേക്കുന്നത്. സോ നമുക്കിവിടെ ഹോം എന്ന് പറഞ്ഞ ആ ഒരു പ്ലഗിനാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്നത്, അതായത് എലമെൻറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ആ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു കൂട്ടത്തിൽ തന്നെ എലമെൻറ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിനും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് എഡിറ്റ് വിത്ത് എലമെൻറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എഡിറ്റ് വിത്ത് എലമെൻറ്റർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ന്യൂ ടാബിലേക്ക് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹോം പേജ് നമുക്ക് എഡിറ്റ് വിത്ത് എലമെൻറ്റർ എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് ഇവിടെ നമുക്ക് ഓപ്പൺ ആയി വരും. സോ എലമെൻറ്റർ നമുക്ക് ഹോം പേജ് ഓപ്പൺ ആയി വരുന്നതിന് ശേഷം നമുക്കത് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ആവശ്യമില്ലാതെ എല്ലാം റിമൂവ് ചെയ്ത് കളയാം. സോ നമുക്കിവിടെ ഇപ്പം പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോം പേജാണ് എഡിറ്റ് വിത്ത് എലമെൻറ്റർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ കുറേ ഇതുണ്ട്. സോ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം അതായത് ആരും കാണുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സോ ഒന്നും ചെയ്യുന്നില്ല ഇതിനിട്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ പേജും എഡിറ്റ് വിത്ത് എലമെൻറ്ററിൽ ഓപ്പൺ ചെയ്യുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വരും. സോ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് വരുന്നത്. ഇത് അതിൻ്റെ ഹോം പേജാണ് ഈ കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഒരുപാട് ആ ഒരു ഹോം പേജിൻ്റെ കണ്ടൻസ് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഓക്കെ, ഈ ഹോം പേജിൽ ഇത് നമുക്കിവിടെ നമുക്കിവിടെ നിന്ന് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഹെഡറിൻ്റെ അവിടെ നമുക്ക് ഇതിൻ്റെ ലോഗോയും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സോ ഈ ഹെഡർ നമുക്ക് എഡിറ്റ് ചെയ്യണം. തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹെഡ്ലൈൻ അല്ലേ, ഒരു H1 ടാഗ് നമുക്ക് കാണാൻ പറ്റും. H1 ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്, ആ ടൈറ്റിൽ ഇവിടെ കൊടുക്കുക. അതായത് ഓക്കെ, ഞാനൊരു ജസ്റ്റ് ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ ടൈറ്റിൽ നിങ്ങളൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് ഇതിൻ്റെ സ്റ്റൈല്, ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ അലൈൻമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കളറ്, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. സോ ഇതിവിടെ സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളർ, അതിൻ്റെ ഫോണ്ടിൻ്റെ ആ ഒരു സ്റ്റൈല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റാവുന്നതാണ്. പിന്നെ ഇത് അലൈൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അതും മാറ്റാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ അതുപോലെ തന്നെ ഇത് ഏത് ടാഗാണെന്ന് നമുക്കിവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് മെയിൻ ഹെഡിങ് ആയതുകൊണ്ട് H1 ടാഗെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ടോപ്പിൽ ചെറിയൊരു കണ്ടന്റ് ഉണ്ട്. സോ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കംപ്ലീറ്റ് വെബ്സൈറ്റ് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇതൊരു ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, എന്ന് ഞങ്ങൾക്ക് കൊടുത്തു. ഇനി തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് digital marketing and secure your career. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു അത് നന്നായിട്ട് കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അത് നമ്മൾ സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ വ്യൂ ഓൾ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഒരു ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതായത് ബട്ടൺ നമുക്ക് ഇങ്ങോട്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റിലെ ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ ഗ്ലോബൽസ് എന്ന് പറയുന്നതിലും എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ
ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നമുക്ക് എന്താ ബട്ടൺ കിട്ടും. ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ ഇങ്ങോട്ട് നിങ്ങൾ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബട്ടൺ എന്ത് ചെയ്യും, അത് ഇവിടെ വരും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ബട്ടൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബട്ടൺ എന്താ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. സോ ഓക്കെ, അപ്പോൾ ഇത്ര ഒന്ന് നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയും ചെയ്തിരിക്കുന്നത് എന്താവും, അത് അപ്ഡേറ്റ് ആയിട്ട് വരും. ഇനിയുള്ളത് ഇവിടെ ഒരു സോ ഇവിടെ നമുക്ക് വ്യൂ ഓൾ കോഴ്സസ് എന്ന് പറയുന്നതിന് ഒരു ബട്ടണാണ് അല്ലേ. ആ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാപ്പൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ആക്ഷൻ വരത്തുള്ളൂ. അതായത് ഒരു കോഴ്സസ് എന്ന് പറഞ്ഞ പേജിലോട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ കോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു എവിടെയാണോ കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. സോ അതിൻ്റെ ലിങ്ക് എന്താ ചെയ്യാം, ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ ആ ലിങ്ക് കൊണ്ടുവന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. സോ ഇങ്ങനെ നമുക്ക് ബട്ടൺ സെറ്റപ്പ് ചെയ്യാം. ഇനി ഇവിടെ നമുക്കെന്തൊരു വീഡിയോ ഉണ്ട്. സോ ഈ വീഡിയോ നമുക്ക് എന്താണ് വേണ്ട. സോ ഈ വീഡിയോ മറ്റൊരു നീഷിൻ്റെയാണ്, അല്ലെങ്കിൽ മറ്റൊരു കോച്ചിങ്ങിൻ്റെയാണ്. സോ അതെന്ത് ചെയ്യാം, നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് കണ്ടെയ്നറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനാണ്. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലേ ബട്ടണും ഉണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. സോ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്തും ഒക്കെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ഒരു ഇമേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഫയൽസിൽ ക്ലിക്ക് ചെയ്യാം. സെലക്ട് ഫയൽസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് എവിടെയാണോ പിക്ചർ ഉള്ളത് ആ പിക്ചർ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇത് അത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നല്ലൊരു ഇമേജ് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കൊടുക്കുന്നതായിരിക്കും നന്ന്. സോ അത് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ കണ്ട നാവിഗേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് കണ്ടെയ്നർ അതുപോലെ ഐക്കൺ ലിസ്റ്റ്, ഇതിനകത്തുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഈ ഒരു ഹോം പേജിലുള്ള എല്ലാതും ഈ ഒരു നാവിഗേറ്ററിനകത്ത് കാണാൻ പറ്റും. അതായത് ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് അങ്ങോട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇതായിരിക്കും ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് ഹെഡിങ് എന്ന് പറയുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഹെഡിങ് ഇവിടെ നമുക്ക് കാണിച്ചു തരും. ടെസ്റ്റ് എഡിറ്റർ ആണ് വേണ്ടതെങ്കിൽ ടെസ്റ്റ് എഡിറ്റർ, അതായത് ഇവിടെ എവിടെയെങ്കിലും ടെസ്റ്റ് എഡിറ്റ്, അതായത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അത് ടെസ്റ്റ് എഡിറ്റർ ആയിരുന്നു. ഇനി ഇമേജ് ആണെങ്കിൽ ഇമേജ്, അതായത് ഇങ്ങനെ ഒരു ഇമേജ് ഇതിനകത്തുണ്ട്, അതായത് ഇതാണ് ഇതുള്ളത്. സോ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ചെയ്യാനും പറ്റും. സോ നാവിഗേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഒരു സെക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരിക. തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ലോഗോസ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ലോഗോ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ലോഗോ മാറ്റിയിട്ട് ഇവിടെ നമ്മുടെ ആ ഒരു കോഴ്സിന്, അതായത് ഗൂഗിൾ ആഡ്സ് ഉണ്ട്, FB ആഡ്സ് ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ലോഗോ കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഫീച്ചേർഡ് ഇൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഗൂഗിൾ ആഡ്സ് എന്ന് കൊടുക്കുന്നു. ഇനി അതല്ല ഇമേജ് ആഡ് ചെയ്ത് ലോഗോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം, ഗൂഗിൾ ആഡ്സ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഓക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ലോഗോയാണ് അല്ലേ. ഓക്കെ, അത് നമുക്ക് കളയാം. അത് കളഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അങ്ങോട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു ഹെഡിങ് ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് വലുതായിപ്പോയി. സോ അതൊരു ഹെഡിങ് ആണ്, അതായത് H2 ആണത്. അപ്പോൾ സോ നമുക്കത് എന്ത് ചെയ്യാം, H4 ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പം വലിയ കുഴപ്പമില്ല, അത് വന്നിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുന്നു, മറ്റേ ആഡ്സ് എന്ന് കൊടുക്കുന്നു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്കൊരു വീണ്ടും ഒരു ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു കണ്ടെയ്നർ ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ടെസ്റ്റ് ഞാൻ H4 ആക്കി കൊടുക്കുന്നു. ഓക്കെ, മറ്റേ ആഡ്സ് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു,
ലിങ്ക്ഡിൻ ആഡ്സ് കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഇവിടെ വരുന്നു. അവിടെ ഞാൻ അത് വീണ്ടും ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഞാൻ ഒരു അടുത്ത ടോപ്പിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും ഞാനതിൻ്റെ H4 ആക്കി കൊടുക്കുന്നു. അവിടെ ഞാൻ SEO എന്ന് കൊടുക്കുന്നു. വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അത് ഡ്രാഗ് ചെയ്ത് ഓക്കെ, അവിടെ ഞാൻ കൊടുക്കുന്നത് വെബ്സൈറ്റ് ഡിസൈൻ കൊടുക്കുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, അതും H4 ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഇനി അത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താ ഡിലീറ്റ് ചെയ്യുന്നു. ആ കണ്ടെയ്നർ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അവിടെ ഞാൻ ഇമെയിൽ മാർക്കറ്റിംഗ് കൊടുത്തു. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു. അതെന്ത് ചെയ്യുന്നു, H4 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ ഓരോ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്ത് പോവുക. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അതായത് ഓരോ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഈ ഒരു ഹാംബർഗർ ഐക്കണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. പ്രോ വേർഷനും ഉണ്ട്, അത് നമുക്ക് പേയ്മെൻറ്റ് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതല്ല, നമുക്ക് ഒരു നോർമൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് ഇമേജ് ആഡ് ചെയ്യാനും ടെക്സ്റ്റ് എഡിറ്ററും ബട്ടണും ഫോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് പോവുക. എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിന് എന്തൊക്കെ കണ്ടൻസ് ആണ് വേണ്ടത്, ആ കണ്ടൻസിന് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് പോവുക. സോ ഇങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ ഇതെല്ലാം നമുക്കിനി എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്ത് ആ ഒരു സ്ട്രക്ചറിലേക്ക് ആക്കേണ്ടതാണ്. സോ അത് നമുക്ക് ചെയ്യാം.